ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു പയർ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ പയർ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കപ്പ് അളവിൽ വൻപയർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഏകദേശം ഒരു 2-3 മണിക്കൂറോളം നമ്മളിതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് കുതിർത്ത് വെക്കണം. ഇനിയിപ്പോൾ രാവിലെ തയ്യാറാക്കാനുണ്ടെങ്കിൽ രാത്രിയിലൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് രാവിലെ ആകുമ്പോൾ കറക്റ്റായിട്ട് അത് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വൻപയറിന് പകരം നമുക്കിത് ചെറുപയറിലും ഈ കറി സെയിം ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ. നമ്മുടെ പയറൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് കഴുകിയ പയറൊന്ന് ചേർത്ത് കൊടുക്കാം. പയർ വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഈ പയറൊന്ന് മുങ്ങിക്കിടക്കാനും ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഈ സമയം തന്നെ നമ്മുടെ പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പയറിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ട് വരില്ല. അതിൻ്റെ പേരിൽ ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 വിസിൽ മാത്രം മതിയാവും. ഫസ്റ്റ് വിസിൽ വന്നിട്ട് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഒരു വിസിൽ വരണം. അതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 2 വിസിൽ. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ പയർ നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കത് തുറന്ന് നോക്കരുത്. കാരണം ഇതിൽ കംപ്ലീറ്റ് ആ ഒരു പ്രഷറും പോയതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്നാൽ ശരി, കുറച്ച് സമയം ഇരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് പ്രഷറും പോയി കിട്ടും. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ പയറെല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കറി ഒന്ന് തയ്യാറാക്കി തുടങ്ങാം. ഒരു കടായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വളരെ കുറച്ച് മാത്രം എണ്ണ മതിയാവും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരിഞ്ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഏകദേശം ഒരു 10ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഇതിലേക്ക് സവാളയും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയിൽ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റി കളർ മാറണം എന്നുള്ള ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ വഴറ്റി കൊടുക്കുന്ന ഈ സമയത്ത് തന്നെ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ ഒരു 3 വറ്റൽമുളകും കൂടി, വറ്റൽമുളകിനോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ചെറിയ ഉള്ളിയെല്ലാം ചെറിയ രീതിയിലൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് മീഡിയം സൈസ് തക്കാളിയിൽ ഒരു 2 തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടണം. അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നമ്മുടെ ഈ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒരുപാട് മാറിപ്പോകേണ്ട ആവശ്യമില്ലാന്ന്. എന്നാൽ ശരി, നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഈ സമയം നമുക്കിതിലേക്ക് ബാക്കി മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം.
മസാലയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവറും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കൊടുക്കും. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്ന രീതിയിൽ നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പയറും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. പയർ വേവിച്ച വെള്ളവും അതുപോലെ തന്നെ പയറുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളമുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഗ്രേവിയും അതുപോലെ തന്നെ നമ്മുടെ ഈ പയറും മസാലക്കൂട്ടുകളൊക്കെ ചേർന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഏകദേശം ഫ്ലെയിം വന്നിട്ട് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വേണം വെച്ചിരിക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വെള്ളം എല്ലാം വറ്റിപ്പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ ഫ്ലെയിം ഒരല്പം കുറച്ച് വേണം വെക്കാനായിട്ട്. എന്നാൽ ശരി, നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേവിക്കാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല കട്ടിയായിട്ടുള്ള നമ്മുടെ പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക്. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കുകയും ചെയ്യാവുന്നതാണ്. ഈ സമയം നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫൈനലി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി നമുക്കൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ ഇതെന്തിൻ്റെ കൂടെയൊക്കെയാണ് പയർ കറി കഴിക്കേണ്ടത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫുഡിൻ്റെ കൂടെയും നമുക്ക് ഈ പയർ കറി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.